മലപ്പുറം തൃക്കുളത്ത് കിണറുകളിൽ മലിനജലം എന്ന പരാതി. സ്വകാര്യ ആശുപത്രിയിലെ മലിനജലം പ്രദേശവാസികളുടെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമാക്കുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃക്കുളത്തെ ആശുപത്രിക്കെതിരെയാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശത്തെ കിണറുകളിൽ വേനൽക്കാലത്തും വെള്ളത്തിനൊരു കുറവുമില്ല. പക്ഷേ വെള്ളം ഉപയോഗശൂന്യമാണ് എന്ന് മാത്രം. എല്ലാം മലിനജലമാണ്. തൃക്കുളം പള്ളിപ്പടിയിൽ താമസിക്കുന്നവരുടെ കിണറുകളിലെ വെള്ളത്തിന്റെ അവസ്ഥയാണിത്. പ്രാഥമിക ആവശ്യത്തിന് പോലും ഈ വെള്ളം ഉപയോഗിക്കാനാകില്ല. കരുണ എന്ന് പറയുന്ന ഡയാലിസിസ് സെന്റർ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷമായിട്ടുള്ളൂ. ഡയാലിസിസ് എന്ന പ്രവർത്തനം തുടങ്ങിയിട്ട് അതിനുശേഷമാണ് ഈ പരിസരത്തെ കുടിവെള്ളത്തിനുള്ള കിണറുകളിലെ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയത്. അധികാരികളുടെ ശ്രദ്ധയിൽ നിരവധി തവണ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിൻ്റെ കീഴിലും അതുപോലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്കും അടക്കം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട കലക്ടർക്കടക്കം പരാതി ഇവിടുത്തെ ജനകീയ സമിതിയുടെ കീഴിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരിറ്റ് വെള്ളത്തിനായി പ്രയാസപ്പെടുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ഈ വെള്ളം കുടിച്ച 13 വയസ്സുകാരൻ സിയാൻ എന്ന കുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു എന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട നാട്ടുകാർ അധികാരികളെ നിരവധി തവണ സമീപിച്ചതാണ്. നടപടികളുണ്ടായില്ല. പ്ലാന്റിനുണ്ടായിരുന്ന ന്യൂനതകൾ പരിഹരിച്ചുവെന്നും സമീപത്ത് കിണറുകൾ മലിനമാകുന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. 24 തിരൂർ.